ആ നല്ല ആൾക്കാരാ. എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ച തള്ള ഇവിടെ കൊണ്ട് നാക്കിട്ട് മുങ്ങിയതാണെന്ന്. ഞങ്ങള് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. മെഡിക്കൽ ഷോപ്പ് ഈ റോഡിന്റെ അപ്പുറത്തുണ്ടല്ലോ. പക്ഷെ അവിടെ പണയം എടുക്കില്ലല്ലോ. മരുന്നും കൊടു. ഇനി ഇപ്പൊ മരുന്നൊന്നും വേണ്ട. മരുന്നും ബ്ലഡും ഒക്കെ കൊടുക്കാൻ അവരുടെ ബന്ധുക്കൾ തക്ക സമയത്തെത്തി. പൊയ്ക്കോ. ബന്ധുക്കളോ? അതാര്? എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു കടമയായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഇവിടെ വന്നു പോയില്ലേ? എക്സ്ക്യൂസ് മീ, രാധി എന്ന് വിളിക്കാമോ? ആരാണെന്ന് പറയണം? മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ മതി. ശരി. തൽക്കാലം ഞാൻ മാറിയെന്നാലോ? ഇത് മാറി നിൽക്കേണ്ട സമയമല്ല. അല്ല, പെട്ടെന്നൊരു നമ്മളിങ്ങനെ നമസ്കാരം. നമസ്കാരം. മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞത്? അതെ, സുഭദ്രാമത്തെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടും കൂടെ ചേർന്ന കുറുപ്പോസിന്റെ മകൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൃഷ്ണൻകുട്ടി? അത് സെക്കൻഡ്, ഇതാണ് ഒറിജിനൽ. കുഞ്ഞലക്ഷ്മി ടീച്ചറിന്റെ. അവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാന്നറിയില്ല. തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു. ഈശ്വരനെ അയച്ചത്. ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണോന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. സത്യം പറഞ്ഞ കാശില്ലാത്തോണ്ട് ഇവന്റെ മോതിരം പണയം വെച്ചാ ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ടാണ്. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1000 രൂപയെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കരുതാറുണ്ട്. പക്ഷേ ഇന്നിട്ട ഷർട്ട് മാറിപ്പോയി. പണം എടുത്തിട്ട ഷർട്ടല്ല, പോരാൻ നേരത്തെ എടുത്തിട്ടത് അല്ലേ? അതെ. രാധികെ, ഒരു മിനിറ്റ്. ഇതാ വരണോ? നീ ആകെ കുളമാക്കിയല്ലോ. മോതിരം പണയം വെച്ച കാര്യമൊക്കെ അവളോട് പറഞ്ഞെന്തിന്? അത് നിന്നോടൊരു സിമ്പതി തോന്നാൻ വേണ്ടി പറഞ്ഞതാ. അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനെന്തെങ്കിലും ഒരു തട വെച്ചില്ലെങ്കിൽ നിനക്ക് ആപത്താ, ഡേഞ്ചർ. മരുന്നിന് നീ കുടിച്ചോ? രാധികയ്ക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞങ്ങള് ഒരച്ഛന്റെ മക്കളാന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനോട് അടുക്കുമ്പോ വളരെയേറെ സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അന്തരക്ക് ഇവിടെ നിർത്താം. ബുദ്ധിമുട്ടാവില്ലേ? ആ, എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണ്ടേ? നീ നോക്കിക്കോ, ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അകത്തോട്ട് ചെന്നാലോ? അത് വേണ്ട, ഒരു രോഗി അകത്തുള്ളത്. നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇനിയും ചോരയുടെ ആവശ്യം വരൂ? ഹോസ്പിറ്റലിന്റെ പോർട്ടിക്കയിൽ ഇരുന്നാ മതി. അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവര് വന്ന് വിളിക്കുമ്പോ പോയാ മതി. സമാധാനമായല്ലോ. നീ ഇത് പിടിച്ചോ, ഞാൻ പോരാ. എവിടെ ഏജന്റിനെ കാണാൻ പോകും? അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടിരാം. അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ചു കയറാം. പിടിച്ചോ. പോയില്ലേ? ദാ വരുന്നു പറഞ്ഞിട്ടില്ലേ പോയത്? സോറി. കണ്ടിട്ടേ പോകാവൂന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ഇത് തരാൻ മറന്നു. മരുന്നിനി? സുഭദ്രാമച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഇതെങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നു? ഇനി ആവശ്യമുണ്ടായാലോ? മരുന്നിരുന്നോട്ടെ, പക്ഷെ പണം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണ്ടെന്ന് പറയരുത്. എന്റെ അമ്മയെ പോലെ തന്നെയാ രാധികയുടെ അമ്മയും. വരട്ടെ. ധൃതി പിടിച്ച് കൃഷ്ണൻകുട്ടിയുടെ ബ്ലഡ് എടുത്തത് ഒഴിവാക്കാമായിരുന്നു. ഒരേ ഗ്രൂപ്പായിരുന്നതുകൊണ്ടാ പെട്ടെന്ന്. എന്തേ? ഞാനും അവനും പരസ്പരം വഴക്കൂടാറുണ്ട്. പക്ഷേ എനിക്കെന്നും അവനോട് സഹതാപമേ ഉള്ളൂ. അവന്റെ ദീർഘായുസിന് വേണ്ടി മനസ്സിലെന്നും പ്രാർത്ഥനയുമായി നടക്കുന്നവനാണ് ഞാൻ. എന്താ എന്താ കാര്യം? ഏത് നിമിഷവും മരിക്കാവുന്ന ക്രൂരമായ ഒരു മാറാ രോഗത്തിനടിമയാണവൻ. വരട്ടെ. അപ്പോഴത്തെ ഒരു ഈഗോ കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ ഒരു വിഷമം. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് അത്ര അറിഞ്ഞാ മതി. എന്നാലും അവനുമായിട്ടൊരു മത്സരിക്കണം. എന്നാലല്ലേടാ ഒരു സുഖമുള്ളൂ.
മത്സരിച്ച് നീ അവനെ തോപ്പിച്ച് നീ അവിടെ കഴിച്ചാൽ താലി കെട്ടണം. ആണത്തോണ്ട് ഇറങ്ങി വേടാ, നേരിട്ട് പൊരുതി നോക്കാം. ഒളിച്ചിരുന്ന് പാര വയ്ക്കുന്നതേ ആണുങ്ങൾ കയറുന്ന പണിയല്ല. ആരും അറിയാതെ പതുങ്ങി വന്ന് കല്ല് വലിച്ചെറിയണതാണ് ആണത്വം. എന്റെ മോൻ അങ്ങനെ പതുങ്ങേണ്ട കാര്യമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്തോക്കി പറയാനോട്ട് പേടിയില്ല. അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയെ. ഓ, വളർത്തുമാവായിട്ടൊന്ന് നീ പറയണ്ടടി. എന്റെ ദാക്ഷിണ്യം കൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് കൂട്ടിക്കോ. അയ്യ, ദാക്ഷണ്യം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയടി, എന്തിനാ വേണ്ടെന്ന് വെക്കണേ? അമ്മ ഉണ്ടായി. എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ മാറാരോഗ്യാണ് അല്ലടാ. ചോണയുള്ള ആമ്പിള്ളേരെ കണ്ടാ പെമ്പിള്ളേർക്ക് ഇഷ്ടം തോന്നും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയപ്പെടാൻ നിന്റെ മോൻ ആരാടി? ദിവാൻ പേഷ്കാരോ? ചോര കൊടുത്ത് ബന്ധത്തെ പിടിക്കേണ്ട കാര്യമൊന്നും എന്റെ മോനില്ല. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടാനുള്ള അന്തസ്സും ആണത്തും അവനുണ്ട്. ആരാരുടെ കഴുത്തല്ലേ താലി കെട്ടുന്നത് നമുക്ക് കാണാം. ആ കാണാടി. ആ കാണാം. നീ വാടാ. നീ പോയി ചോറിനടാ. വിറപ്പിക്കാതെ പോടി. ആരുടെ അമ്മേനെ കെട്ടിക്കാനെ നീ ഇവനെ എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നത്? അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണ വായനാന്ന് പറഞ്ഞ പോലെ ഇത്. ഇവിടെ ആര് വീണവായതെന്ന് അച്ഛൻ പറയുന്നേ? ഇവിടെ ആരും വീണ വായിച്ചില്ലടാ പൊട്ട. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ള പോത്തെ ഇനി അതിനെ പിടിച്ച് കയറിക്കോ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് കുഴപ്പം. ഞാൻ മാറാരോഗ്യം എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരു വിഷമവുമില്ല. നിനക്ക് മാത്രല്ല, നിനക്കും നിന്റെ തള്ളക്കും അവൾക്കും അവളുടെ മോനും ഒക്കത്തിന് മാറാരോഗ. വേറൊന്നല്ല, അസൂയ, കുശുമ്പ്, പൗശന്യം. ഇതൊന്നും മാറാതെ ഇവിടെ ഒരാളും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ഒരു പെണ്ണുള്ളതിനൊന്ന് ഇറക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അതിന്റെ ഇടയിലെ ദേ ചെറുക്കന്റെ ആൾക്കാർ വരുമ്പോ ഞാൻ പറയാൻ പോവാ എന്റെ മോളുടെ കല്യാണം നടത്തണില്ലാന്ന്. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. എന്റെ കല്യാണക്കാരി ഒരു അച്ഛൻ മുടക്കൊന്നും പറയണ്ട. അത് കൊയ്ത്ത് കഴിഞ്ഞിട്ടായാലും മതി. അതെന്താ നീ പാടത്ത് 12 പോണ്ട? ഒന്ന് വിളിച്ചോട് പോടിയവനെ. ഇതെന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? അച്ഛനെ അമ്മയുടെ മേക്കിട്ട് കയറുന്നത്. എന്നാ ഞാൻ നിന്റെ മെക്കറ്റിക്കാണ് കയറണം. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടികിട്ടില്ല കേട്ടോ. മെന്റലായ വിളിക്ക്. നീ വിളിക്ക്. അതല്ല, നീ വിളിക്ക്. അതാ അതിന്റെ ഒരു ശരി. അതുകൊണ്ടല്ല, മറ്റേവന് മാറാരോഗമാണെന്ന് പറഞ്ഞതൊരു പ്രശ്നമാവൂ. ഇതേപോലെ എത്രയോ മാറാ രോഗങ്ങളുടെ കഥകൾ അവര് കേട്ട് കാണും. അതൊക്കെ അപ്പോഴേ അവര് മറന്നു കാണും. അമ്മച്ചീന്ന് നീട്ടി വിളിക്ക്. അമ്മേ, ഇവിടെ നിന്നാണോ വിളിക്കേണ്ടത്? അകത്തോട്ട് തന്നെ. നിന്നെ കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഒന്നുകൂടെ വിളിക്ക്. അമ്മേ, രാവിലെ തുടങ്ങി. മോളെ, ഭിക്ഷക്കാരും എല്ലാവരും ആയിരിക്കും. ഒരു പിടി അരി എടുത്തു കൊടുക്ക്. കുട്ടി ഇവന്റെ വിളി കേട്ടിട്ടാവും ധർമ്മക്കാരനെന്ന് തെറ്റിദ്ധരിച്ചതല്ലേ? അമ്മച്ചി ഇല്ലേ? എന്തിനാ? ഇനി വല്ല നുണയും പറഞ്ഞ് ധരിപ്പിക്കാനാണോ? സോറി, അന്ന് അപ്പ തോന്നിയ ദേഷ്യത്തിന്. എനിക്കത് തോന്നി. എങ്ങനെ? മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആളൊരു സ്നേഹപ്പാരയാണെന്ന്? കയറിയിരിക്കൂ. സ്നേഹപ്പാര. നീ ഒരു നേരം പുഴുങ്ങിയ ചിരിയിരിക്കരുത്. ഇതൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കണ്ടേ? ബി എ ഗുഡ് ബോയ്. കമോൺ കമോൺ കമോൺ. ഇരിക്കൂ ഇരിക്കൂ. ഞാൻ അറിയാം, ഒക്കെ രാധിക പറഞ്ഞു. അന്ന് ആസ്പത്രിയിലേക്ക് എടുത്തിട്ട് പോയപ്പോ എനിക്ക് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. നന്ദിയുണ്ട്. ഓ, അതെന്റെ ഒരു കടമയായിട്ടേ ഞാൻ കരുതിയിട്ടുണ്ട്. എന്റെ ആസ്പത്രിയിൽ നിന്ന് പേര് വെട്ടിച്ച് ഇത്ര വേഗം പോരേണ്ടിയിരുന്നില്ല. എന്തിനാ വെറുതെ? തൊട്ടിലും കുടിച്ചതിനും ഒക്കെ അടയ്ക്കണ്ടേ ബില്ല്? സഹായിക്കുന്നവരെ എന്തിനാ ഏറെ ബുദ്ധിമുട്ടിക്കണേ? പിന്നെ എന്താ വന്നേ? ഒരു സഹായം ചോദിക്കാനാ. എന്താ? ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഏതാണ്ട് അറിയാമല്ലോ. എന്റെ പെങ്ങളുടെ വിവാഹമാ, അമ്മൂന്റെ. എന്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ അവളെ വേറെയായി കണ്ടിട്ടില്ല. അച്ഛൻ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുക. ഇത് 40,000 രൂപയുണ്ട്. എന്റെ പേരിലുള്ള ഭൂമി അമ്മ അറിയാതെ പണയപ്പെടുത്തി വാങ്ങിയതാ. ഇതൊന്ന് അച്ഛന് കൊടുക്കണം. ഞാൻ തന്നതെന്ന് അറിയണ്ട. അതിപ്പോ ഞാൻ എന്തു പറഞ്ഞാ കൊടുക്കുക? രാധികയുടെ ജോലിക്കാര്യത്തിനാണെന്ന് പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞാ അദ്ദേഹം വാങ്ങുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങാതിരിക്കില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ?
രാധിക്കുട്ടിയുടെ ജോലിക്കാര്യം ഉറപ്പാക്കുകയും ചെയ്യാം. വാങ്ങിച്ച്. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാണെന്ന് കരുതിയാ മതി. ഏ, വാങ്ങിച്ചോളൂ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചമ്മച്ചി.